ഹായ് ഗൈസ് ആദർശാണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഫുഡ് ബ്ലോഗ് ആക്കിയാലോ. അപ്പോൾ നമ്മുടെ കൊളീഗുണ്ട്. അപ്പോൾ അവൻ്റെ സ്ഥലം തലശ്ശേരിയാണ്. അപ്പോൾ അവൻ പറഞ്ഞു അവൻ്റെ ഏരിയ കുറച്ച് നല്ല നല്ല ഫുഡ് ഇടുന്ന സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നാടും വീടും വിട്ടേക്കുന്ന എനിക്കിപ്പോൾ നല്ല ഫുഡ് കണ്ടിട്ട് പോയി കഴിക്കാൻ തോന്നുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അവൻ്റെ സ്ഥലത്ത് പോയി നല്ലൊരു ഭക്ഷണം കഴിക്കുന്നൊക്കെ വീഡിയോ ആക്കാം. എന്താ പറയുന്നു, അപ്പോൾ തുടങ്ങിയാലോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് റെഡിയായി ഞങ്ങൾ ഇറങ്ങി. ഒരു 6:30 അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ മഴ ഉണ്ടായിരുന്നു. പിന്നെ താന്നു കഴിഞ്ഞപ്പോൾ പിന്നെ റെയിൻകോട്ടൊക്കെ എടുത്ത് പോയി. അപ്പോൾ ഇന്നത്തെ ഡിസിഷൻ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തലശ്ശേരി പൂരിയുള്ള സ്ഥലത്താണ് പോകുന്നത്. അപ്പം നേരത്തെ പറഞ്ഞാൽ ഞങ്ങളുടെ കൊളിക്ക് വീട് വരുന്ന അവിടെയാണ് വരുന്നത്. അപ്പം അവനാണ് പറഞ്ഞത് അവിടെ നമ്മുടെ പഴയ രീതിയിലുള്ള കടയൊക്കെ ഉണ്ട്. സോ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാശിൽ നേർച്ചോ അവിടെ പോയി തേങ്ങ കൊടുത്തു കഴിഞ്ഞാൽ 2 തേങ്ങയോ 3 തേങ്ങ എടുത്താൽ അതിനനുസരിച്ച് ഫുഡ് നമുക്ക് കിട്ടും. അതായത് നമ്മുടെ കൈ കാശില്ലെങ്കിലും നമുക്ക് ഫുഡ് കിട്ടും. 2 തേങ്ങ കഴിച്ചാൽ മതി. പിന്നെ വരുന്നത് കോയും കായും കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഇത് 2 സ്ഥലമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പിന്നെ അവിടെ ചെന്നിട്ട് അവിടെ ചോദിച്ച ഒരു സ്ഥലം ഉണ്ടെങ്കിൽ കറങ്ങാൻ പോവാം. ഒരു ഞായറാഴ്ച ദിവസമല്ലേ, അങ്ങനെ കറങ്ങാൻ പോകാൻ ഇല്ലെങ്കിൽ എന്താ, കാരണം ഞായറാഴ്ച ദിവസം നമ്മൾ നോർമൽ വീട്ടിൽ തന്നെ ആയിരിക്കും ഉച്ചയ്ക്കാൻ എഴുന്നേക്കുന്നത്. സോ എന്നും എല്ലാ ഞായറാഴ്ച ഇവിടെ നമുക്ക് സെയിം റുട്ടീൻ നമുക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ. അങ്ങനെയാണ് ഈ ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. സോ അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് നല്ലൊരു കിട്ടുന്നൊരു വ്യൂ പോയിൻ്റ് കിട്ടി. അതായത് ഈ എന്താ പറയുക, നമ്മളെ നാട്ടിൻ പുറത്തുള്ളവർക്ക് അറിയാം ഒരു അമ്പലവും അടുത്ത ഒരു ചെറിയ പാടവും, ആ അമ്പലത്തിൽ ആ പാട്ടം കേൾക്കുമ്പോൾ കിട്ടും എന്നുള്ളൊരു നമ്മുടെ കുട്ടിക്കാലം ഉണ്ടല്ലോ. അത് ഞങ്ങൾക്കിവിടെ കാണാൻ പറ്റി കേട്ടോ. കാരണം അമ്പലം തൊട്ടടുത്ത് തന്നെ കുറച്ച് പാടമുണ്ട്, പിന്നെ കോട മൂടിയെടുക്കുന്ന സ്ഥലം, പിന്നെ കുറച്ച് മലകളുണ്ട്. സോ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഇവിടെ വണ്ടി കുറച്ച് നിർത്തി കുറച്ച് നാളെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോകാൻ ആദ്യം പ്ലാൻ ചെയ്ത്. സോ അവനെ വിളിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, ഇവിടുന്ന് പോകാമെന്ന് ഓർത്തു. അപ്പോൾ പിന്നെ അവൻ അങ്ങനെ ശരി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ അവൻ വന്നപ്പോൾ നേരെ കഴിക്കാൻ തന്നെയാണ് പോകുന്നത്. കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലല്ലോ. സോ ഇപ്പം പറഞ്ഞാൽ ഞാൻ പോകുന്ന വഴിക്ക് റോഡ് കുറച്ച് സീനായിരിക്കും എന്ന് പറഞ്ഞു. ഞാനൊക്കെ കട്ടറൊക്കെ കാണുമെന്ന് ഓർത്തു. പക്ഷേ ചെന്നപ്പം റോഡ് ഫുള്ള് എന്താ പറയണ്ടേ, കുറച്ച് കയറ്റമാണ്. അതുപോലെ തന്നെ റോഡ് ഫുള്ള് ഇളകി മറിഞ്ഞെല്ലാം ഇരിക്കുക. എനിവേ നമ്മൾ കഷ്ടപ്പെട്ട് അങ്ങനെ ആ റോഡിലെത്തി. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് ഇടുന്ന ഇതാണ് നമ്മുടെ എന്താണ് കായംകോയല്ല, തേങ്ങ കൊടുത്ത ഭക്ഷണം കിട്ടുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മളെ കുറച്ച് ആളെ കണ്ട് തിരക്കാരെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ഓർത്തു അടുത്ത് തന്നെ ചെറിയൊരു അരുവി നല്ല ചെറിയൊരു വെള്ളം പോകുന്നുണ്ട്. സോ കാണാൻ നല്ല വ്യൂ ആയിരുന്നു. അത് പണ്ടത്തെ കാലത്ത് നമ്മുടെ മതിലൊക്കെ ഇല്ലേ, മതിലല്ല പാലമൊക്കെ ഇല്ലേ, അതുപോലെ മരം വെച്ചും അല്ലെങ്കിൽ പോസ്റ്റ് വെച്ചും ഒക്കെ കെട്ടിയേക്കുന്നത്. അപ്പോൾ കണ്ടപ്പം ചെറിയൊരു നഷ്ടം അടിച്ച് ഞങ്ങൾ എന്നാൽ നേരെ അങ്ങോട്ടൊന്ന് കറങ്ങിയിട്ട് വരാം, എന്നിട്ട് കഴിക്കാൻ പോകാമെന്ന് ഓർത്തു. എല്ലാം കുറച്ച് ആൾക്കാരുള്ളതല്ലേ. ഞങ്ങളപ്പം ചെന്ന് കയറി അവിടുന്ന് അങ്ങോട്ട് പോയി കുറച്ച് ചുറ്റിയൊക്കെ കറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളെടുത്ത് നിന്നപ്പം അതിൻ്റെ അപ്പുറത്ത് വേറൊരു ചെറിയൊരു ഞങ്ങൾ പാലം കണ്ടു. അപ്പം ആ ചെറിയൊരു പാലം കണ്ടപ്പം പിന്നെ ഞങ്ങൾക്ക് വാശി, അതിൽ നിനക്ക് അപ്പുറത്ത് കിടക്കാൻ പറ്റുമോ ഉള്ളതുണ്ടല്ലോ, ആ വഴിക്ക് നടക്കാൻ പറ്റുമെന്നല്ലേ. സോ ഞങ്ങൾ എന്താണെന്ന് ശരി നടക്കാമെന്ന് പറഞ്ഞാൽ അവിടെയും പോയി. അപ്പോൾ അവിടെ ചെറിയൊരു അയ്യോ കേട്ടോ, അവിടെ കുറച്ച് ഈ തേങ്ങ കൃഷിയാന്ന് തോന്നുന്നു, ഫുള്ള് തേങ്ങ ഇട്ട് വെച്ചേക്കുക. അപ്പം അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ അവിടെ കറങ്ങി വീഡിയോസും കാര്യങ്ങളും എടുത്തിട്ട് അപ്പോൾ പിന്നെ അവിടുത്തെ തിരിച്ച് വന്നാൽ കഴിക്കാൻ പോവാം. ആൾ കുറഞ്ഞപ്പം തിരിച്ച് കഴിക്കാൻ പോകാമെന്ന് ഓർത്തു. തിരിച്ച് കഴിക്കാൻ കയറാമെന്ന് ഓർത്തു. അപ്പം വിചാരിച്ചു തന്നെ അവിടെ ആൾ കുറഞ്ഞു. എന്നാൽ ശരി പോയി ഫുഡ് കഴിക്കാൻ നിന്നു. കഴുകി കയറി ഇരുന്നപ്പോൾ ഫസ്റ്റ് നമുക്കൊരു സൗണ്ട് കിട്ടും, മയിലിൻ്റെ സൗണ്ട്. അപ്പോൾ എവിടെ നോക്കുമ്പോൾ അങ്ങേ മതിലിൻ്റെ അവിടെ ഒരു മയിലേ കയറി നിൽക്കുന്നു. അപ്പം നമ്മളെ കൊടുക്കാൻ തേങ്ങയല്ല, അപ്പോൾ വീടെടുക്കാൻ പറ്റത്തുന്ന വിഷമിച്ചിരിപ്പം നമ്മുടെ വേറൊരു കുറച്ച് മച്ചാമരം ഉണ്ടായിരുന്നു, ഉള്ളവർ തന്നെയാണ്. സോ പുള്ളിയും ഈ ഇൻസ്റ്റാഗ്രാം യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്ന ടീമാണ്. അപ്പം വരെ പഠിച്ചിട്ട് അവർ തന്നെ തേങ്ങ എടുത്ത് നമ്മൾ അടിച്ചു മാറ്റി. സോ ഫസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്ത അവരെ പുഴുക്കാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കൂടെ പൊറോട്ട, ഞാൻ ഫസ്റ്റ് ടൈം പുഴുക്കും പൊറോട്ടയും കഴിക്കുന്ന ഫസ്റ്റ് ടൈം കേട്ടോ ആ ഒരു കോമ്പിനേഷൻ. പക്ഷേ ആ സാധനം പൊളിയായിരുന്നു. കൂടെ ഒരു ചിക്കൻ കറിയും കിട്ടി. ചിക്കൻ കറി വെച്ചാൽ ഒരാൾക്ക് 2 പേർ കഴിക്കാം. അതായത് ചാറില്ല, പക്ഷേ നല്ല 3 കഷ്ണം കിട്ടുന്നുണ്ട്. അത് ആ പുഴുക്കി മുക്കിയ ചിക്കൻ കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് എന്താ പറയുക വേറെ ലെവലാണ്. ഞാൻ പിന്നെ ഒരു പുട്ടും ഒരു കട്ടനും അടിച്ചു. അപ്പം സ്ഥലം വരുന്നത് അവിടെ നല്ല എന്താ പറയുക തിരക്കാണ് കേട്ടോ, നല്ല തിരക്കുണ്ട്. ഞങ്ങളിപ്പോൾ ആർക്ക് വന്നുകൊണ്ട് ആൾക്കാരെ വെയിറ്റ് ചെയ്യേണ്ടിരിക്കുക കഴിച്ചിട്ട് നേരത്തെ ഇറങ്ങാൻ വേണ്ടി. സോ ഇതാണ് ഞാൻ പറയുന്ന മച്ചാന്മാർ. ഇവരാണ് നമ്മൾ കാരണം നമുക്ക് ആ തേങ്ങയുടെ വീഡിയോനെ കിട്ടിയത്. സോ ഈ ചേട്ടനാണ് ഇവിടുത്തെ ഭക്ഷണമെല്ലാം വിളമ്പുന്നത്. പുള്ളി നമ്മുടെ അടുത്ത് നിങ്ങൾക്ക് എന്താ വേണ്ടി എന്തോ വേണമെങ്കിലും പറ, എല്ലാം പുള്ളി നമ്മളെ
പ്ലേറ്റ് കാലിയായി പുള്ളി ഇപ്പം ചോദിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇവിടെ അടുപ്പാണ് നിൽക്കുന്നത്, പഴയ രീതിയിൽ അടുപ്പ് കത്തിക്കുന്നത്, ചിരട്ടയും പിന്നെ തൊണ്ടും വെച്ചൊക്കെയാണ് ഇവർ അടുപ്പ് കത്തിക്കുന്നത് കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ഇവിടെ നല്ല ഫുഡ് കഴിച്ച് എല്ലാം കഴിഞ്ഞ് ഞങ്ങളപ്പം പേയ്മെൻറ്റ് കൊടുത്തരാണ്, തേങ്ങയിൽ തന്നെ പേയ്മെൻറ്റ് എടുത്ത് തന്നെ. മറ്റവരാണെങ്കിൽ തേങ്ങ കൊടുത്ത് സെറ്റായി, അവരെത്ര 4-5 തേങ്ങ ചാക്ക് കൊണ്ടുകൊണ്ട് വന്നായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനായ കായും കോയും കഴിക്കാമെന്ന് ഓർത്തു. അപ്പം നല്ല മഴക്കോളമുണ്ട്. സോ മഴ പെയ്യുന്ന മുമ്പ് എങ്ങനെയെങ്കിലും എത്തണം. കാരണം ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ റെയിൻ കോട്ടെല്ലാം അഴിച്ച് മാറ്റിയിട്ടാണ് ഞങ്ങൾ നേരെ പോയത്. പിന്നെ രാവിലെ കഴിച്ച് നേരെ അവിടെ നിന്നൊരു 3-4 കിലോമീറ്റർ വേണ്ടി കായും കോയും കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ നേരെ അങ്ങോട്ട് വിട്ടു. അങ്ങനെ നേരെ കായും കോയും കഴിക്കാൻ സ്പോട്ട് കിട്ടി. അതായത് നമ്മുടെ രമേശ് ചേട്ടൻ്റെ ചായക്കട. പുള്ളി പത്രത്തിൽ എന്തോ പുള്ളി ഉണ്ടായിരുന്നു രമേശിൻ്റെ ചായക്കടയെ പറ്റിയുള്ള. സോ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് തന്നെ കായം കോയും. ഈ കായം കോയും എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക കാപുഴുക്കും പിന്നെ അതിൽ ചിക്കൻ കറി മിക്സ് ആക്കുന്നതാണ്. പിന്നെ എനിക്ക് കുറേ നാൾ ട്രൈ ചെയ്യുന്ന വെച്ചാൽ സാധനം കിട്ടി അതിൻ്റെ അകത്ത് നമ്മുടെ എന്തായിരുന്നു കാന്താരി മുട്ട. ഞാൻ കുറേ നാളായിട്ട് ട്രൈ ചെയ്യണമെന്ന് വെച്ചിരുന്ന സംഭവമായിരുന്നു കാന്താരി മുട്ട. അതെനിക്ക് ഇവിടെ നിന്നാണ് ഐറ്റം കിട്ടിയത്. സത്യം പറയാമല്ലോ, ഇവിടെ കയറി വന്നിട്ട് ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്തു. ഒരു 1-1.5 മണിക്കൂർ വെയിറ്റ് ചെയ്ത് അങ്ങനെ നിന്ന് ഇരിക്കാൻ സീറ്റ് കിട്ടി. സോ നമ്മൾ ആദ്യത്തെ സാധനം വന്നു കാന്താരി മുട്ട. പിന്നെ നമ്മൾ വന്നത് നമ്മുടെ കായും കോയും. സാധനം വേറെ ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്ത് കാന്താരി മുട്ടയാണ് കേട്ടോ. കാന്താരി മുട്ട പ്രത്യേകിച്ച് അത്ര എരിവൊന്നും ഇല്ലെങ്കിലും സാധനം കൊള്ളാം. എനിക്ക് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യേണ്ട വെറൈറ്റി ടേസ്റ്റ് എനിക്ക് തോന്നി, ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ കായം കോയും അതാണെന്ന് വെച്ചാൽ ആ പുഴുക്കി തന്നെ നമ്മുടെ ചിക്കൻ വേവിച്ചിട്ടുണ്ട്, അല്ലാതെ കറി ഒഴിച്ചിട്ടുണ്ട്. അത് കുറച്ച് സ്പൈസി ആയിരുന്നു, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. പിന്നെ അവരെ കുടിച്ച അവരുടെ സ്പെഷ്യൽ സാധനമാണ് സോഡമോര്. എൻ്റെ പൊന്നെ, അത് കുടിച്ചാൽ ഓർമ്മയുള്ളൂ, കണ്ണിൽ നിന്ന് വെള്ളം വന്നു. കാരണം അതുപോലെ എന്താണ് കാന്താരി അരച്ചിട്ട സാധനം. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു ചെറിയ കാറുണ്ടെന്ന് പറഞ്ഞു, അങ്ങോട്ട് പോയി. അപ്പോൾ വേറെ സ്ഥലമൊന്നും ഇല്ലടാന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഇവിടെ അടുത്തൊരു വെള്ളച്ചാട്ടമുണ്ട്, അപ്പോൾ വെള്ളച്ചാട്ടത്തിൽ പോകാൻ ഓർത്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. വെള്ളച്ചാട്ടം നമുക്ക് അടുത്ത വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ കണ്ടെല്ലാം നോക്കിയേക്കണം. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക.